ബാല്യകാലത്തെ പറ്റി നല്ല ഓർമ്മകളാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ മകൻ വളരെ നന്നായിട്ടിരിക്കണം എന്നായിരിക്കും അവരാഗ്രഹിക്കുക. എൻ്റെ സിസ്റ്റർ 1976 ബോണാണ്, ഞാൻ 1985 ആണ്. അപ്പോൾ വി ഹാവ് എ 9 years ഗ്യാപ്പ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്യാപ്പിൽ സംഭവിക്കാവുന്ന എന്താ പറയുക, ആ ഒരു ഏകാന്തതയും ഇതൊക്കെ ബാല്യത്തിൽ അനുഭവിച്ചിരുന്നു. നല്ല എഡ്യൂക്കേഷൻ അവരെനിക്ക് തന്നു, ട്യൂഷൻസും സ്കൂളും. അങ്ങനെ എൻ്റെ ലോകം എന്ന് പറയുന്നത്, ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോകും. മേരി റാണി എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു എൻ്റെ LKG ഒക്കെ ചെയ്യുന്നത്, അമലയിൽ, അമല ഹോസ്പിറ്റലിനടുത്ത്. അതിനുശേഷം കേന്ദ്രീയ വിദ്യാലയയിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം, അതായത് 1 മുതൽ 12 വരെ. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, വളരെ എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ശക്തയാക്കുന്ന അനുഭവങ്ങൾ എനിക്ക് നൽകിയത് ആ ഒരു സ്കൂളാണ്. കാരണം അവിടെ ഒരു കൾച്ചറൽ ഒരു ഡിഫറൻസസ് ഓഫ് കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു. പല നാട്ടിൽ നിന്ന് വന്ന കുട്ടികൾ, അതായത് ഇന്ത്യയിൽ തന്നെ പല ഇടങ്ങളിലുള്ള കുട്ടികളൊക്കെയാണ് വന്ന് പഠിച്ചിരുന്നത്. അപ്പോൾ ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 6, 7 ഒക്കെ ആവുന്ന സമയത്ത് ഈ ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് പല ബയോളജിക്കൽ ചേഞ്ചസും പല കുട്ടികളിലും ഉണ്ടാകുമല്ലോ മോസ്റ്റ്ലി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എൻ്റെ എക്സ്പ്രഷനിൽ ഐ വാസ് മോർ ഓഫ് എ ഫീമെയിൽ, പെൺകുട്ടികളെ പോലെയായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ സയൻസ് അധ്യാപകരും മ്യൂസിക് അധ്യാപികയും ഒക്കെ പല രീതിയിൽ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയും, ആദ്യം ഈ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കണം, പെൺകുട്ടിയെ പോലെയാണ് നടക്കുന്നതെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗേൾസിനോട് അധികം സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് എഴുതി തരണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ ആ രീതിയിൽ പല രീതിയിൽ എന്നെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലൊരു ഹിന്ദി അധ്യാപകനുണ്ടായിരുന്നു. പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് ഹിന്ദി പഠിപ്പിക്കലല്ല, അങ്ങേർക്ക് എന്നെ സ്ട്രെയിറ്റ് ആക്കുക, എന്നെ നേരെയാക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം ഇന്ന് വളരെ ഫേമസ് ആയി, അത് വേറെ കാര്യം, അത് പറയാം. അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാസ്ക് കൊടുക്കും മറ്റ് ലീഡേഴ്സിന് ക്ലാസ്സിൽ. അതായത് ഇയാളെ ശ്രദ്ധിക്കണം, ഇയാൾ ഒരു പെൺകുട്ടികളെ പോലെയാണ്, നടക്കുമ്പോൾ ശരിയല്ല എന്നും എൻ്റെ ബട്ടക്സിൽ ആ മനുഷ്യൻ ചൂരിലോണ്ട് അടിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ ഹിന്ദി പുസ്തകം ചെയ്ത സമയത്ത് മേനെ തുമരാ ക്യാ ബിഗാഡാ ഹെ, അത് ഡോക്ടർ സുമ അജിത് കുമാർ മൻ കി ബാത്തൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വനിതാ കോളേജിൽ, ഗവൺമെൻറ് വനിതാ കോളേജിലെ പ്രൊഫസറായിരുന്നു അവരാണ് പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരേ ഡേറ്റിൽ ജനിച്ച ആളുകൾ കൂടെയാണ്, വർഷം വ്യത്യാസമാണെങ്കിലും. ടീച്ചർ അത് വളരെ മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മേനെ തുമാരാ ക്യാ ബിഗാഡാ ഹെ എന്ന പേരിൽ വാണി പ്രകാശിൻ്റെ പുസ്തകം ചെയ്ത സമയത്ത് അതിൻ്റെ 2ാമത്തെ പതിപ്പിൽ ഞാനൊരു 5 വരി എഴുതി വെച്ചു. എന്നെ 5ാം ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിച്ച എൻ്റെ കൃഷ്ണൻ എന്ന് പറയുന്ന അധ്യാപകൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ പുസ്തകം സമർപ്പിക്കുന്നുവെന്ന്. കാരണം അത്രത്തോളം ആ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ഈ പറയുന്ന ആൺ പെൺ കള്ളിയിലേക്ക് എന്നെ ഒതുക്കാൻ, ചുരുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ കാഴ്ച ലോകത്തിൻ്റെ അകത്ത് ആണും പെണ്ണും മാത്രമേ ഉണ്ടാകുള്ളൂ എന്നായിരിക്കാം. വ്യത്യസ്തരായ മനുഷ്യരെ എല്ലാ കാലത്തും കല്ലെറിയണമെന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ സംസ്കാരം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങോട്ടൊരു 12th വരെയും എന്നെ സംബന്ധിച്ച് ഞാനൊരു അബ്നോർമൽ ചൈൽഡ് എന്ന രീതിയിലായിരുന്നു സ്റ്റുഡൻസ് മറ്റുള്ളവരൊക്കെ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടിലും കംഫർട്ടബിൾ അല്ലായിരുന്നു. ആൺകുട്ടികളുടെ സ്പേസിലും പെൺകുട്ടികളുടെ സ്പേസിലും ഞാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു. പക്ഷേ പെൺകുട്ടികൾ എന്നെ കുറച്ചുകൂടിയും കംഫർട്ടബിൾ ആക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് അവരുടെ സ്പേസിലേക്ക് എനിക്ക് എപ്പോഴും ഒരു കൈൻഡ് ഓഫ് ഇൻവിറ്റേഷൻ എപ്പോഴും, അതായത് ഭക്ഷണം കഴിക്കുമ്പോഴും, അപ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത്. അതുപോലെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ക്ലാസ്സിലൊരു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക, ഞാൻ ആരുടെ അടുത്ത് ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ആ സ്പേസസിലേക്ക്, ഗേൾസിൻ്റെ സ്പേസസിലേക്ക് ഐ വാസ് ഗെറ്റിംഗ് ഇൻവൈറ്റഡ്, ബട്ട് ഐ വാസ് നോട്ട് സോ മച്ച് കംഫർട്ടബിൾ ഇൻ ദാറ്റ് സ്പേസ്. അപ്പോഴും എനിക്ക് പഠിക്കണം, മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള ചിന്ത വരുമ്പോഴും ഇവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ്, അതായത് ഇപ്പം വെനസ്ഡേസിൽ വൈറ്റ് ആയിരുന്നു, അന്ന് നമുക്ക് കളർ ഡ്രസ്സ് ഹാപ്പി ബർത്ത്ഡേയുടെ അന്ന് മാത്രമേ കളർ ഡ്രസ്സസ് യൂസ് ചെയ്യുള്ളൂ. അപ്പോഴും എനിക്കങ്ങനെ
എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന കളറിൽ ഡ്രസ്സ് ഇടണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരുങ്ങണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ട്വൽത്ത് അത് ഒരു 12 വയസ്സൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരോട്, സച്ചിൻ ടെണ്ടുൽക്കറിനോടൊക്കെ ഭയങ്കര ആരാധനയായിരുന്നു. അനിൽ കപൂർ, അതുപോലെ കുറേ മെയിൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോടും അതുപോലെയുള്ള രാഷ്ട്രീയക്കാരോടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഉൾക്കാമന ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ആദ്യം കരുതിയത് അത് ആ പ്രായത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്ന്. പക്ഷേ ദാറ്റ് വാസ് നാരോഡ് ഓൺലി ടു മെൻ. ഒരു 7th അതായത് ഓർമ്മയുണ്ട്, 12-13 വയസ്സിലൊക്കെ അങ്ങനെ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കവിതകൾ എഴുതുന്നത്. ഈ കവിതകൾ എഴുതുന്നതാണ് സത്യത്തിൽ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു പക്ഷേ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് കൂടുതൽ ഇത് അഫേം ചെയ്യാൻ പറ്റുന്ന. കാരണം ഞാൻ എഴുതി അന്ന് നമുക്ക് മലയാളമില്ല സ്കൂളിൽ. അപ്പോൾ മലയാളം പറയാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല. നമ്മൾ മലയാളം സംസാരിച്ചാൽ ഇമ്പോസിഷൻ എഴുതി കൊടുക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു ഞാനൊക്കെ KVയിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ മലയാളം, എനിക്കറിയുന്ന മലയാളത്തിൽ ഞാൻ കവിത എഴുതി കൊടുക്കും. അപ്പോൾ ചില ടീച്ചേഴ്സ് അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങളൊരു ആൺകുട്ടിയാണ്, ആൺകുട്ടികൾ എഴുതുന്ന പോലെ നിങ്ങൾ എഴുതണം, നിങ്ങളുടെ കവിത വായിക്കുമ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അന്നൊരിക്കൽ കൗതുകത്തിൽ ചോദിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പ്രിയസഖി ഗംഗേ എന്ന പാട്ട് എഴുതിയത് ONV അല്ലേ, ബാലമുരളി അല്ലേ, അത് പുരുഷനല്ലേ എന്ന് തിരിച്ച് ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോഴും ഓർക്കുന്നു. അന്ന് എഴുതിയിരുന്ന അല്ലെങ്കിൽ എഴുതി തുടങ്ങിയ കവിതകളിലൊക്കെ തന്നെ ഒരു പെൺകുട്ടി എങ്ങനെയാണോ ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നത്, മാരൻ പാട്ടെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എങ്ങനെയാണോ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നു, ഒരു സിസ്ജെൻഡറായ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ എങ്ങനെ ആഗ്രഹിക്കുന്നോ അത്തരത്തിലുള്ള കാമനകളുള്ള കവിതകളായിരുന്നു. സ്കൂളിലെ അധ്യാപകർക്ക് ഞാനെന്നൊരു കൗതുകമായിരുന്നു. വളരെ കുറച്ച് അധ്യാപകർ മാത്രമേ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, വളരെ കുറച്ച് പേര്. ബാക്കിയുള്ളവർക്കൊക്കെ എന്തോ ഒരു പ്രശ്നമുള്ള കുട്ടി, അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അത് ചിലർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ തുറന്ന് പറഞ്ഞിട്ടില്ല. ചിലർ ചേർത്ത് പിടിക്കുമായിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടായാലും ഒന്നുമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചവരുണ്ട്. അപ്പോൾ അതിൽ ആൺകുട്ടികൾക്ക് പൊതുവിൽ അങ്ങനെയാണല്ലോ, അവരുടെ ഒപ്പം ഒരു ആൺകുട്ടി കൃത്യമായിട്ട് ആണാണോ പെണ്ണാണോ എന്ന രീതിയിൽ അറിയാത്ത രീതിയിലുള്ള, അപ്പോൾ അവർക്ക് അവരുടെ മാനം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും 10th തോന്നുന്നു, ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നൊരു പരിപാടിയുണ്ട്. ലൈബ്രറിയിൽ പോയി ഒരു 10 വർഷത്തെ 5 വർഷത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പഠിക്കും. അത് ഡിഗ്രിക്കും ഉണ്ടായിരുന്നു ആ പരിപാടി, ഈ KVയിലും ആ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് നടന്നു പോകുമ്പം, ഒരു കാലഘട്ടം വരെ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ അത് ഒരു പ്രൈവറ്റ് ആയിട്ട് അത് പ്രൈവറ്റ് ടാക്സി ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ കുറച്ചുകൂടി മുതിർന്നു എന്ന് പാരൻസ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഇന്ന് ബസ്സിൽ പോവും, സ്കൂൾ അടുത്താണ് അപ്പം നടന്നു പോവും, അങ്ങനെയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ട് തിരിച്ച് എക്സാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ക്ലാസ്മേറ്റ് ഒരാൾ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കൂടെ നടക്കരുത്, ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണ്, കാരണം നീ ഇങ്ങനെയാണ്, ശിഖണ്ഡിയാണ് എന്ന് പറഞ്ഞവരുണ്ട്. അവരോടൊക്കെ ഞാനൊന്ന് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം അന്ന് എന്നെ അങ്ങനെ വിളിച്ചതുകൊണ്ട്, അന്ന് എന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് ഞാൻ തനിച്ച് ജീവിക്കാൻ പഠിച്ചു. തനിയെ ജീവിക്കാൻ പഠിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ അവരോടൊന്നും അങ്ങനെ വെറുപ്പോ അല്ലെങ്കിൽ വിഷമോ ഒന്നും തോന്നില്ല. സ്പോർട്സിലൊന്നും അങ്ങനെ പങ്കെടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ടീച്ചേഴ്സ്. കാരണം നടക്കുമ്പോൾ ഈ എന്താ പറയുക, ഇങ്ങനെ കുലുങ്ങുന്നു, നിതംബത്തിൻ്റെ ഭാഗമല്ലാതെ കുലുങ്ങുന്നു എന്നുള്ളൊരു പ്രശ്നം PT ടീച്ചർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്. മാർച്ച് പാസ്റ്റിൻ്റെ സമയത്തോ മറ്റോ കൈ വീശി നടക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ആ ഗ്രൗണ്ട് മുഴുവൻ ഓടിച്ചത് പണിഷ്മെൻ്റായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പോൾ എനിക്കതൊന്നും അങ്ങനെ ഞാൻ ഓർത്തെടുക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സ്ട്രഗിൾസിനേക്കാളും ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈ കണ്ണീര് കേൾക്കാനും കരച്ചിൽ കേൾക്കാനും ഒക്കെയാണ് താല്പര്യം. ഈ കണ്ണീരും കരച്ചിലും കേൾക്കുന്ന മനുഷ്യരോ അത് കേട്ട് സന്തോഷിച്ചിട്ട് അങ്ങ് പോകുന്നല്ലാതെ അവർ പിന്നീട് നമുക്ക്
അതായത് ഇപ്പം ഈ പറയുന്ന ആളുകൾ ജീവിതകാലം മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും അതിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഗേൾസ് കുറച്ചുകൂടിയും ചില ഗേൾസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഫ്രണ്ട്സ് കുറച്ചുകൂടിയും ഈ കാര്യത്തിൽ ഒരു ദേ വർ ക്വൈറ്റ് സപ്പോർട്ടീവ്. കാരണം എൻ്റെ സർജറി കഴിഞ്ഞ ശേഷം ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, വൈ വർ സോ മച്ച് ലേറ്റ് ടു കം ഔട്ട്, എന്തുകൊണ്ട് സർജറി ചെയ്യാൻ ലേറ്റായി എന്ന് ചോദിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അവരുടെ ഉള്ളിൽ പ്രണയവും അതുപോലെ മറ്റ് ചേഞ്ചസൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണല്ലോ. ഞാൻ ഓർക്കുന്നു 12th 11th പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എൻ്റെ ഒപ്പം ഇരിക്കുന്ന ഒരു പയ്യനെ പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവൻ്റെ അടുത്ത് ക്രഷുണ്ട്. പക്ഷേ എനിക്ക് ഇവനോട് ഞാൻ ഒരിക്കലും എനിക്ക് ക്രഷുള്ള പറഞ്ഞിട്ടുമില്ല, പറഞ്ഞാലിട്ട് അവന് മനസ്സിലാകാനും പോകുന്നില്ല. ഒരു വാലന്റൈൻസ് ഡേക്ക് പെൺകുട്ടി ഒരു പ്രണയലേഖനം കൊണ്ട് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് അവന് കൊടുക്കുമെന്ന്. എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് തകർന്നു പോയി അത് കേട്ടപ്പോൾ. കാരണം ഇതൊരു ആൺ ശരീരത്തിൻ്റെ അകത്തിരുന്ന് എനിക്ക് ഒരിക്കൽ പോലും പറയാനൊരു വായ്പ കിടയാതെ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. പക്ഷേ ഞാൻ എന്നിട്ട് ഈ ലവ് ലെറ്റർ കൊണ്ട് കൊടുക്കുകയാണ്, ഇത് അവൾ തന്നതാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഘർഷം എന്തായിരിക്കും. അതൊക്കെ കടന്നുപോയി, അത്രയേ ഉള്ളൂ. ഇപ്പം എനിക്ക് അങ്ങനെ ഓർക്കുമ്പോൾ അങ്ങനെ ഒരു അത്തരം മുറിവുണ്ടായത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്താ, ക്ലാസ് വർക്ക് സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ, അതായത് ഹോംവർക്കും ക്ലാസ് വർക്കും ഉണ്ട് നമുക്ക് ഈ 4th പഠിക്കുന്ന സമയത്ത്, 4th 5th. അപ്പോൾ അതിൽ ഹോംവർക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ടീച്ചറിൻ്റെ വിചാരം ഞാൻ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന്. കാരണം വൈ, ബിക്കോസ് ഷീ ഹാസ് എൻ ഇൻറ്റൻഷൻ അബൌട്ട് മീ ദറ്റ് ഐ എം എ ബാഡ് ചൈൽഡ്. വൈ, ബിക്കോസ് ഞാനിങ്ങനെ രണ്ടിനും ഇടയ്ക്കാണ്. ഒരു ആൺ സ്റ്റേഷനിലും പെൺ സ്റ്റേഷനിലും റിലേ കിട്ടാതിരിക്കുന്ന ഒരു കുട്ടി, ഒരു അബ്നോർമൽ കുട്ടി എന്നുള്ള രീതിയിലാണല്ലോ ടീച്ചേഴ്സ് കാണുന്നത്. എന്നിട്ട് എൻ്റെ ഫാദറിന് ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജോലിക്ക് പോയി ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം എണ്ണിച്ചുട്ടപ്പം പോലെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ പോറ്റാനും പിന്നെ എന്താ പറയുക മറ്റു കാര്യങ്ങളെല്ലാം, സ്വർണം വാങ്ങിക്കണം, PF കിട്ടുമ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു ചിലവുകൾ, പിന്നെ കുടുംബം നടത്തുന്നത് ഇതെല്ലാം ഉണ്ടല്ലോ പാരൻസിനെ സംബന്ധിച്ച്. അപ്പം ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് നിന്ന് എൻ്റെ ഫാദറിനെ വിളിപ്പിച്ചിട്ട് കുറേ ഉപദേശിച്ചു, ഇങ്ങനെ ഈ കുട്ടി പഠിക്കൂല, അത് എപ്പോഴും പെൺകുട്ടികളുടെ കൂടെയാണ്, അങ്ങനെയാണെങ്കിൽ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പം മൈ ഫാദർ ഹാവ് സീൻ ദാറ്റ് ഹാവ് ടേക്കൺ ദ ബുക്ക്. ഞാൻ സ്കൂളിൽ കൊണ്ടുപോയതും ക്ലാസ്സിലത് കൊണ്ട് വെക്കുന്നതൊക്കെ എൻ്റെ അച്ഛനറിയാം. പക്ഷേ എന്ത് ചെയ്താൽ ടീച്ചർ സമ്മതിക്കില്ല. പക്ഷേ ഈ ഹോംവർക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. എന്നിട്ട് ടീച്ചർ സോറിയൊക്കെ പറഞ്ഞൊരു മൊമെൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഷി വാസ് ലൈക്ക് ഓൾവേസ്. ഞാനിപ്പം പുസ്തകം എഴുതിയ സമയത്ത് അവരെ പറ്റിയും ഞാൻ എഴുതി. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പലരുടെ ഉള്ളിലൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, കളിയാക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ജെൻഡർ എക്സ്പ്രഷൻസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത ആളുകളെ, കണ്ണ് കാണാത്ത ആളുകളെ ഒക്കെ ഒരേപോലെ പരിഹസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഈ പരിഹാസങ്ങൾ കേട്ട് ഞാനൊരിക്കൽ ആത്മഹത്യയ്ക്ക് തുനിഞ്ഞു. മഷി എടുത്ത് കുടിച്ച് എനിക്കൊരു ഓർമ്മയുണ്ട്, ബ്രില്ല് മഷി. അങ്ങനെ എടുത്ത് കുടിച്ചു ഞാൻ 6th പഠിക്കുന്ന സമയത്ത്. പക്ഷെ അത് പിന്നെ ഛർദ്ദിച്ച് കളയും, തുപ്പിക്കളയൊക്കെ ചെയ്ത് ഹോസ്പിറ്റലൊക്കെ പോയി അത് ശരിയായെങ്കിലും ആ മഷിയാണ് പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ എന്നെ നയിച്ചത്. മഷിയാണ് പിന്നെ എൻ്റെ ജീവിതം നയിച്ചതെന്ന് എനിക്ക് പറയാം. കാരണം ഇപ്പോഴും റോയൽറ്റിയൊക്കെ കിട്ടുന്നുണ്ട്, സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. സാമ്പത്തികമായി നമ്മൾക്കൊരു ജോലി ഇല്ലെങ്കിലും, നമുക്ക് റിസർവേഷൻ ഇല്ലെങ്കിലും, നമ്മുടെ വിഷയങ്ങളൊന്നും ക്യാബിനറ്റിൽ എത്തില്ലെങ്കിലും, നമുക്ക് ജോലി ഇല്ലെങ്കിലും നമുക്ക് ആ റോയൽറ്റി കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. പിന്നെയും സ്കൂളിൽ ഈ പറഞ്ഞ പോലെ +1 +2 ധാരാളം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു, ഞാൻ മിക്സഡിൽ ഇനി പഠിക്കൂല. കാരണം ആ ഒരു സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് കുറേ അധികം മാനസികമായിട്ട് കുറേ തെറപ്പീസ് എനിക്ക് വേണ്ടി വന്നു ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. കുറേ അധികം സ്ട്രഗിൾസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുമ്പോൾ പുരുഷൻ്റെ ശരീരമാണല്ലോ, പുരുഷൻ്റെ രൂപമാണ്. പക്ഷെ അവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവനും ആ പ്രായത്തിലൊരു പെൺകുട്ടി എങ്ങനെ ചിന്തിക്കുമോ, ആ പ്രായത്തിലൊരു പെൺകുട്ടി എങ്ങനെ അവളുടെ ജീവിതം വിഭാവനം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനും ജീവിച്ചിരുന്നത്. പക്ഷെ ശരീരം മാത്രം, നമ്മൾ പറയില്ലേ ഈ
പഴയ മോറസ് മാനറിൻ്റെ അകത്ത് മാരുതി 800ൻ്റെ എഞ്ചിൻ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവരെന്താ ഇത്ര ലാഘവത്തോടെ പറയുന്നത്. ഇത് ലാഘവത്തോടെ പറയാൻ കാര്യം, ആയിരക്കണക്കിന് മുറിവുകൾ ശരീരത്തിലും മനസ്സിലും സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്ര ബോൾഡായിട്ടൊന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എക്സ്പീരിയൻസസ് ഉണ്ടാവണം, എക്സ്പീരിയൻസസ് ഉണ്ടാവണം ഞാൻ പറയില്ല. എത്രയോ ആളുകൾ അടർന്ന് വീഴുന്നു. അന്ന് കുടിച്ച് ബ്രില്ല് മഷി ഒറ്റയടിക്ക് എൻ്റെ കരളിലെത്തിയിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയിരുന്നു, മരിച്ചു പോവായിരുന്നു. സ്കൂളിലൊരു വലിയ കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ അറ്റത്ത് വന്നിങ്ങനെ നിൽക്കും, ചാടാൻ പേടിയാണ്. പക്ഷേ ചത്തുപോയെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ടോർച്ചേഴ്സ്, അത് നമ്മൾ തല്ല് മാത്രമല്ലല്ലോ, ഫിസിക്കൽ ടോർച്ചേഴ്സ് മാത്രമല്ല, നമ്മളെ ഇരുത്തിക്കൊണ്ടില്ലാതാക്കുന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് ഒരുപാട് തവണ ഞാൻ ഇരയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളിൽ ചിലർക്കെങ്കിലും ഇത് അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ വെർബലി അബ്യൂസ്ഡായി പെട്ടു എന്ന് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത്തരം ഒരുപാട് അവസരങ്ങൾ ശിഖണ്ഡിയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ചിരിക്കുക. ശിഖണ്ഡിയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകർ നമ്മളെ മുഖത്തേക്ക് എങ്ങനെ നോക്കും, ബൃഹന്തളയെ പഠിപ്പിക്കുമ്പോൾ മുഖത്തേക്ക് നോക്കും. സംസ്കൃതത്തിൽ നപുംസക ഇത് പഠിപ്പിക്കുമ്പം ചിലർ നമ്മുടെ മുഖത്തേക്ക് നോക്കും. അത് ഈ വൈവിധ്യത്തെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അതും കൂടെ ചേർത്ത് പിടിക്കേണ്ടതാണെന്നോ എന്നുള്ളൊരു ബോധ്യമില്ലാത്തൊരു സമൂഹം അങ്ങനെ പലതും പറഞ്ഞു. നമ്മൾ പിന്നെ അതൊക്കെ ഓർത്ത് വെച്ചിട്ട് അവരോട് പ്രതികാരം ചെയ്യാൻ പോയിട്ട് എന്ത് കാര്യം, ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം ആവർത്തിച്ചിങ്ങനെ പറയാം, എഴുതാം. കവിതകളിലൊക്കെ ഞാൻ എഴുതുന്ന കവിതകളിലൊക്കെ ഇത് കൃത്യമായിട്ട് കടന്നു വരുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ സ്കൂളിലും കോളേജിലും ഒക്കെ വിദ്യാർത്ഥികൾ പഠിക്കുകയും പലതരത്തിലുള്ള ഗവേഷണങ്ങൾക്ക് അത് വിധേയമാകുകയൊക്കെ ചെയ്യുന്നത്. ഇനി ആളുകൾക്കത് സംഭവിക്കരുത്. നമുക്കത് സംഭവിച്ചു. ഞാനതിനെ വളരെ ഞാനിപ്പോൾ ഇരുന്ന് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ആർജവത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും അന്ന് ഒരുപാട് ഏകാന്തതകളിൽ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം എന്താ സംഭവിക്കുന്നതെന്നറിയില്ല, ശരീരത്തിൻ്റെ അകത്ത് മനസ്സിലെന്താ സംഭവിക്കുന്നതെന്നറിയില്ല. ചിലർക്ക് പ്യൂബേർട്ടി സംഭവിക്കുന്നു. പല പെൺകുട്ടികൾ അവർ ആ ഒരു സ്റ്റേജ് കടന്നു വരുന്നു. ആൺകുട്ടികൾക്ക് മീശ താടി വരുന്നു. എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. +2 വരെ എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. ടെസ്റ്റ് അതിന് ശേഷമുള്ള ഹോർമോൺ തെറാപ്പിയിലല്ലേ ഹോർമോൺ ടെസ്റ്റിലാണല്ലോ അറിയുന്നത് നമുക്ക് ഫീമെയിൽ ഹോർമോണാണ് ശരീരത്തിൽ കൂടുതലെന്ന്. എൻ്റെ അച്ഛനും അമ്മയും കൊല്ലത്തുകാരാണ്. അമ്മയുടെ നാട് ഉമ്മന്നൂരാണ്. അച്ഛൻ്റെ നാട് പുനലൂർ എളമ്പൽ എന്ന സ്ഥലത്താണ്. അച്ഛൻ പഠിച്ചത് കാര്യവട്ടം ക്യാമ്പസിൽ MA പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു. അതിന് മുമ്പ് DB കോളേജിൽ അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ജോൺ സാമുവൽ സാറ്. ഉദയനൻ്റെ മകൻ എന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് അദ്ദേഹം ആ സമയത്തായിരുന്നു. അമ്മ NSS പെരുന്താന്നി കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം B.Ed ഇവിടെ പത്തനാപുരത്ത് ചെയ്തു. അമ്മ ഒരു ടീച്ചറായിട്ടാണ് അവരുടെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛൻ ആദ്യം മലമ്പുഴയിൽ വാട്ടർ അതോറിറ്റിയിലായിരുന്നു. അതിനുശേഷം KSEBയിൽ അന്നത്തെ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി. അവിടെ ക്യാഷ്യറായിട്ട് ജോയിൻ ചെയ്തു. ഞങ്ങളുടെ നാട്ടിലെ മുതുവറയിലെ ആദ്യത്തെ ക്യാഷ്യറായിരുന്നു അച്ഛൻ. അന്ന് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അച്ഛൻ കൈക്കൂലൊന്നും വാങ്ങിക്കൂല. ഒരുപാട് ആളുകൾക്ക് കറണ്ട് എത്തിച്ചു കൊടുക്കാനും ഒക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഇങ്ങനെ ആളുകൾ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ സപ്പോർട്ടിന് വരുന്ന ഒരുപാട് ആളുകളെ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലെ അങ്ങനെ ആൺകുട്ടികളുടെ കൂടെ ഗ്രൗണ്ടിലേക്ക് കളിക്കാനൊന്നും അങ്ങനെയൊന്നും വിടില്ലായിരുന്നു. അത് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിസ്റ്റാകണം എന്നുള്ളത് കൊണ്ടല്ല. സാധാരണ ഗതിയിൽ സ്കൂളിൽ പോയിട്ട് വരുന്നു, ട്യൂഷൻ. മാത്സ് ഞാൻ വളരെ മോശമായിരുന്നു. എനിക്ക് മാത്സ് പ്രശ്നമാകാനുള്ള ഒരു കാരണം 4th സ്റ്റാൻഡേർഡിൽ മാത്സ് പഠിപ്പിച്ച അധ്യാപിക ഷീ വാസ് ടോട്ടലി എഗെയിൻസ്റ്റ് മൈ പേഴ്സണാലിറ്റി. അതായിരിക്കാം ചിലപ്പോൾ എനിക്ക് മാത്സിനോട് ഭയങ്കര ഒരു വെറുപ്പ്. അതിനു മുമ്പ് രാജൻ സാറൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പി. എനിക്കൊരു 3rd-ലോ 4th-ലോ മറ്റോടെ രാജൻ സാറ് പഠിപ്പിക്കുന്നത്. പിന്നെയാണ് ഈ ടീച്ചേഴ്സ് മാറി വരുന്നത്. അപ്പോൾ മാത്സിൽ ഞാൻ കുറച്ച് പുറകോട്ടായിരുന്നു. ബാക്കി എല്ലാ സബ്ജക്റ്റും ഐ വാസ് ഓക്കെ വിത്ത്. ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ സയൻസ് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്.
ഇംഗ്ലീഷ് വാസ് ഓക്കെ, ഹിന്ദി വാസ് ഓക്കെ, റെസ്റ്റ് എവറിത്തിങ് വാസ് ഓക്കെ. അപ്പോൾ ഈ മാത്സിൽ പലപ്പോഴും ട്യൂഷൻസൊക്കെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നു, പിന്നെ വീണ്ടും ഹോംവർക്ക് ചെയ്യുന്നു. ദൂരദർശനിൽ ന്യൂസ് 7 മണിക്ക് കാണും. ഞാൻ സന്തോഷ് എന്ന് പറഞ്ഞൊരു റീഡർ ഉണ്ടായിരുന്നു. എനിക്ക് ആ മനുഷ്യനോടൊക്കെ ആ പ്രായത്തിലൊക്കെ വലിയ ക്രഷായിരുന്നു. പിന്നീട് എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് പോയ കഥകളൊക്കെ ഉണ്ട്. അന്നൊക്കെയുള്ളൊരു പ്രണയ കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു ഹീറോ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ദൂരദർശനിൽ ചാനൽ ന്യൂസ് കാണുന്ന തന്നെ സന്തോഷേട്ടൻ്റെ വാർത്ത, സന്തോഷേട്ടൻ എന്ന് വിളിക്കുന്നത്, ISROയിൽ എന്തോ വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പിൽക്കാലത്ത് അറിഞ്ഞു. പക്ഷേ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്നും അദ്ദേഹത്തിന് മറ്റു മനുഷ്യരെ മീറ്റ് ചെയ്യുന്നതിന് താല്പര്യമില്ല എന്ന് ആരോ, ബാലകൃഷ്ണൻ സാറാണോ ആരോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു പോയില്ല. കാരണം ഒരാളുടെ സ്വകാര്യതയെ നമ്മൾ കിടത്തിയിട്ട് നമ്മൾ ആനന്ദം കാണരുതല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹം വാർത്ത വായിക്കുന്നത്, ബാലകൃഷ്ണൻ സാർ വാർത്ത വായിക്കുന്നത്, ഈ വാർത്ത വായന ഒരു വലിയ വീക്ക്നെസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആകാശവാണിയിലൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ എൻ്റെ ശബ്ദം കേട്ടിട്ട് പലരും ചോദിക്കാറുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിൽ സ്റ്റാഫാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇടയ്ക്ക് പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട് റേഡിയോ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ആസ് എൻ ഇൻവൈറ്റഡ് ഗസ്റ്റ്. പിന്നെ റിമി ഖന്ന, ഇവരുടെയൊക്കെ ശരിക്കും എൻ്റെ ഇംഗ്ലീഷിന് എൻ്റെ പ്രൊനൗൺസിയേഷൻ കൂടുതലും ഡെവലപ്ഡ് ആക്കിയത്, എന്നെ സഹായിച്ചത് സത്യത്തിൽ ദൂരദർശനും ആകാശവാണിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ റേഡിയോ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, ഹിന്ദി പുസ്തകങ്ങൾ വായിക്കുക, ഇങ്ങനെ ഒരു ലോകമായിരുന്നു. കളി വളരെ കുറച്ചൊരു ചെറുപ്പത്തിലൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ. അവരിപ്പോൾ മഞ്ചേരിയിൽ എവിടെയാണ്. അവരെ പിന്നെ കണ്ടിട്ടില്ല, വളരെ ബാല്യകാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾ. പിന്നെ കേശവൻ, വാസു, അങ്ങനെ കുറച്ച് കൂട്ടുകാർ മാത്രമേ നമുക്ക് സ്കൂൾ വിട്ട് വന്ന. അത് ഈ കളിക്കുന്ന ഒളിച്ചുകളി, അമ്പതമ്പസ്ഥാനി, ആകാശം ഭൂമി, ഇതിനപ്പുറത്തേക്കൊരു ഫിസിക്കൽ ഗെയിം അതായത് പുരുഷൻ്റേത് അല്ലെങ്കിൽ സ്ത്രീയുടേതെന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടത്തിലൊരു ചേഞ്ചസ് ഒക്കെ വരുമല്ലോ. കൊക്കോ, അങ്ങനെയുള്ള കളികളൊന്നും കളിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഫുട്ബോൾ കളിച്ചിരുന്നു. അപ്പം ഈ പാരൻസിനെ സംബന്ധിച്ച് അവരങ്ങനെ സന്ധ്യ വരെ കളിക്കുന്ന അമ്പലപ്പറമ്പുകളിലേക്കൊന്നും അങ്ങനെ പോകുന്നത് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവർക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നത് കൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വളരെ ചെറുപ്പം മുതലേ ഒരു ആൺശരീരമാണെങ്കിലും ഫെമിനൈൻ, ഞാനിതിങ്ങനെ അഴകുഴമ്പൻ രീതിയിൽ പറയുന്നത് എനിക്കും അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഞാനിതിനെപ്പറ്റി ഒരു തീർപ്പ് വരുന്നത് 32ാമത്തെ വയസ്സിലെ കേരോട്ടേപ്പ് നടക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതുവരെ ഇതിങ്ങനെ എന്താ പറയുക, എന്താണെന്ന് കൃത്യമായിട്ടും ഒരു മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ഞാനും കടന്നു പോയിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നാണവും ലജ്ജയും പിന്നെ മുതിർന്ന പുരുഷന്മാരെ കാണുമ്പോൾ ഉള്ള ഇത് സ്ത്രീ ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരു പക്ഷേ സ്ത്രീക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അലിഖിതമായിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറേയൊക്കെ അങ്ങനെ ആയിരുന്നു. അതെനിക്ക് ഇപ്പോൾ നന്നായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിലൊന്നും അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഞാനെല്ലാം വീട്ടിൽ വന്ന് പറയും. പിന്നെ കുറച്ചും കൂടി ഒരു പ്രായമായപ്പോൾ എനിക്കിത് വീട്ടിൽ വന്ന് പറയാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛന് പ്രമോഷനാകുന്നു. പിന്നെ സിസ്റ്ററുടെ വിവാഹം, ഞാൻ 9th പഠിക്കുമ്പോഴാണ് സിസ്റ്ററുടെ വിവാഹം നടക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്, ഒരു 9 years ഗ്യാപ്പുണ്ട്. അപ്പോൾ പാരൻസ് കുറേ കൂടി ആ രീതിയിൽ സിസ്റ്ററെ നല്ല രീതിയിൽ അയക്കേണ്ട ആ ഒരു സാമ്പത്തികം കണ്ടുപിടിക്കേണ്ട ആ ഒരു തിരക്കിലൊക്കെ ആകുമ്പോൾ നമ്മളീ പോയിട്ട് നമ്മുടെ സങ്കടം പറയണ്ടല്ലോ എന്ന് കരുതി പലപ്പോഴും ഞാൻ എൻ്റെ വിഷമങ്ങൾ അങ്ങനെ പറയാറില്ല. അപ്പോൾ ഞാനതങ്ങനെ ഒരു ഡയറി പോലെ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വ്യത്യാസങ്ങൾ വരുന്നത് അമ്മയും അച്ഛനുമൊക്കെ കണ്ടിരുന്നു. ഇതൊരു സൈക്യാട്രിക് പ്രോബ്ലമാണ്. ഈ ഹോർമോൺ തെറാപ്പി എടുക്കുന്ന സമയത്ത് ചിലർക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകും. മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ വെനസ്ഡേയ്സിലും സാറ്റർഡേയ്സിലാണ് അവിടെ പോകേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ ബ്രഷ് കൊടുത്താൽ ഹാർമോണിയ എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ പോകുന്നത്. ഷോക്ക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നവരെ അവരൊക്കെ കാണാം. ഇത് അസുഖമാണെന്ന് ഞാൻ പറയില്ല, മറിച്ച് ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ഭീകരമാർന്ന അവസ്ഥകളുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മുതുവറയെന്ന് അവിടം വരെ എങ്ങനെ പോവും? ഓട്ടോറിക്ഷയിൽ പോവും. കാരണം ആരും കാണാൻ പാടില്ല. മെൻ്റൽ ഹോസ്പിറ്റലാണല്ലോ പോകുന്നത്. മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു ആൺകുട്ടിയെ കൊണ്ടുപോയാൽ പ്രാന്താണെന്നല്ലേ സമൂഹം പറയുള്ളൂ.